നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. തുടർച്ചയായി വിജയിച്ചു വന്നതാണ് ഇന്റർ മയാമി. മയാമിക്ക് ലീഗ് ടേബിളിൽ തലപ്പത്തേക്ക് കയറാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കൊളംബസ് ക്രൂവിനോട് 2-2 സമനിലയിൽ പിരിഞ്ഞു. ലയണൽ മെസ്സി വേൾഡ് കപ്പിന് ശേഷം തിരിച്ചെത്തി കളിക്കാനിറങ്ങി, റോഡ്രിഗോ ഡി ബോൾ കളിക്കാനിറങ്ങി എന്നുള്ളതൊക്കെ പോസിറ്റീവാണ്. പക്ഷേ മയാമിക്ക് വേണ്ടി തൻ്റെ രണ്ടാമത്തെ മത്സരം കളിച്ച കാസമിറോക്ക് പിഴച്ചു. കാസമിറോയാണ് മയാമിയുടെ വിജയം തട്ടിത്തെറിപ്പിച്ചത് എന്ന തരത്തിൽ ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നു. പ്രത്യേകിച്ച് ബ്രസീലിയൻ ടീമിനെ എതിർക്കുന്നവർ, ബ്രസീലിയൻ താരങ്ങളോട് കലിപ്പ് വെച്ച് പുലർത്തുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെയാണ് ഇത് കൂടുതലായിട്ട് പ്രചരിപ്പിക്കുന്നത്. എന്നാലും മയാമിയുടെ ആരാധകർക്കും നിരാശയുണ്ട്. പക്ഷെ അവർ വരും കളികളിൽ കാസമിറോ മികവ് കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ്. സംഭവിച്ചത് എന്താ? 2 ഗോളുകൾ മയാമി വഴങ്ങുന്നത് കാസമിറോയുടെ മിസ്റ്റേക്കിൽ നിന്നാണ്. രണ്ടും ആദ്യ ഗോൾ അദ്ദേഹത്തിൻ്റെ ഒരു മിസ്പാസ്, അത് മുതലെടുത്തുകൊണ്ടാണ് കൊളംബസ് ക്രൂ നീക്കം ഉണ്ടാക്കുന്നത്. ബോക്സിലെത്തിയപ്പോൾ അത് തടയാൻ വേണ്ടി കാല് നീട്ടിയ കാസമിറോക്ക് പിഴക്കുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് ബോൾ നേരെ സ്വന്തം വലയിലേക്ക് കടക്കുകയും ചെയ്തു. രണ്ടാം പകുതിയിൽ, കളിയുടെ അവസാനത്തിൽ 2-1 ജയിക്കും മയാമി എന്നൊക്കെ തോന്നുന്ന ഘട്ടത്തിൽ 80 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കാസമിറോക്ക് പിഴച്ചു. ഇത്തവണ ആ ഫൗൾ കമ്മിറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. തുടർന്ന് വന്ന ഫ്രീ കിക്ക്, ആ ഫ്രീ കിക്ക് വേണമെങ്കിൽ തടയാമായിരുന്നു. അത് എത്ര പത്തറ്റിക്കായിട്ടാണ് അവരുടെ വലയിലേക്ക് പോയതെന്നറിയാമോ? ഏതായാലും വളരെ വളരെ മോശം പ്രകടനമാണ് കാസമിറോയിൽ നിന്ന് വന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ എററുകളാണ് ഈ കളി യഥാർത്ഥത്തിൽ ഇന്റർ മയാമിക്ക് നഷ്ടപ്പെടുത്തിയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജയിക്കേണ്ട കളി സമനിലയിൽ കുരുങ്ങി. കളിക്കളത്തിൽ ഏറ്റവും നന്നായി കളിച്ച മയാമി താരം കൈസേഡോയാണ് എന്ന് പറയേണ്ടി വരും. ഒരു മികച്ച ഗെയിമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. പിന്നെ സുവാരസിൻ്റെ വക ഗോളും അസിസ്റ്റും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഇതിലൊരു ആശ്വാസം മയാമി ആരാധകർക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ നാഷ്വില്ലും ജയിച്ചില്ല എന്നുള്ളതാണ്. നാഷ്വില്ലും വിജയിക്കാനുള്ള അവസ്ഥയിൽ നിന്ന് അവരും സ്റ്റംബിൾഡായി. അവർ 2-0 മുന്നേ പോയിട്ട് 2-2 സമനിലയിൽ കുരുങ്ങി. അതോടുകൂടി ഇപ്പം MLS 40 പോയിൻ്റ് ആയിട്ട് അവർ മുന്നിൽ നിൽക്കുകയാണ്. നാഷ്വിൽ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ 38 പോയിൻറ്റുമായിട്ട് ഇന്റർ മയാമി രണ്ടാമതുണ്ട്. നാഷ്വില്ലുമായിട്ടുള്ള കളിയിൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മയാമിക്ക് 1ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. സോ കംപ്ലീറ്റ്ലി മയാമി അവരുടെ കാര്യങ്ങൾ സ്വയം ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് എന്നുള്ളത് ആശ്വാസകരമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.